ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു തൈരാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു അടിപൊളി മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോര് കറി എന്ന് പറയുമ്പോൾ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടല്ല, ഞാൻ സിമ്പിളായിട്ട് പുളിശ്ശേരി ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതുവരെ പുളിശ്ശേരി ആയിട്ട് ചെയ്തിട്ടില്ല. മോര് കറി നമ്മൾ കുമ്പളങ്ങ അതുപോലെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചേന കായ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതുവരെ മോര് താളിച്ചിട്ട് ഞാൻ പുളിശ്ശേരി ആയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കുട്ടി അതുപോലെ തരുമായിരുന്നു പുളിശ്ശേരി വെച്ചിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളത് ഉണ്ടാക്കുന്നത്. അവൾ കോട്ടയത്താണ്, കോട്ടയം സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു അവളോട്. അപ്പോൾ അതിന് പ്രകാരം ഞാൻ ചെയ്തു നോക്കി, എന്നിട്ട് ഞാനത് അവൾക്ക് കൊടുത്തു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഞാൻ വെക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലിപ്പോൾ മോര് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് വീട്ടിൽ വേറെ പ്രത്യേകിച്ച് ആരും ഇല്ല. അപ്പോൾ പെട്ടെന്നൊരു കറി എങ്ങനെയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ വേറൊരു കറിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം മോര് കറി ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ, പുളിശ്ശേരി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാറ്റം എന്തെങ്കിലും ഇതിൽ ചേർത്തണം എന്നുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻസായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കും എനിക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളി, അതിനായിട്ട് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടതാ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചു, പിന്നെ ഉലുവയും പൊട്ടിച്ചു കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചത് മൺചട്ടിയിൽ വെക്കാമെന്നാണ്. പക്ഷേ മൺചട്ടിയിൽ വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ ഓവർ ചൂട് നിൽക്കുന്നതാണല്ലോ ഈ മൺചട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പിരുത്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ വേറെ കറിയൊക്കെ വെക്കുമ്പോൾ തിളച്ചിട്ട് നമ്മൾ ഇറക്കി വെച്ചാൽ ഒരു തിള അതിൽ നിൽക്കുമല്ലോ. അപ്പോൾ കുളമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സ്റ്റീലിലെ ചട്ടി എടുത്തതാണ് കേട്ടോ. നോക്കുമ്പോൾ ഇതുതന്നെയായിരുന്നു നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നാലാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മളിത് ഞാൻ മിക്സിയിൽ അടിച്ച തൈരാണ് കേട്ടോ. ചെറുതായിട്ട് ഞാൻ വീണ്ടും പാലൊഴിച്ചപ്പോൾ ഒന്ന് അതിൽ ചെറുതായിട്ടൊരു തൈര് വന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഞാനിത് അടിക്കണില്ല എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം നന്നായി അടിച്ചെടുത്ത തൈരാണ്, കണ്ടാൽ അറിയാമായിരിക്കും. നല്ല കട്ട തൈരായിരുന്നു, അതിന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാല് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് കാച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും അതിൽ നമുക്ക് മോരായിട്ടോ തൈരായിട്ടൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. ഇപ്പോൾ വീട്ടിലൊക്കെ ഇല്ല, കുട്ടികളും ഇപ്പോൾ അങ്ങനെ കഴിക്കണില്ല. ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ ഇത്തിരി എയർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കണത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതെടുത്തിട്ടില്ല. അപ്പോൾ അത് മോര് കറിയാക്കുക അല്ലെങ്കിൽ പുളിശ്ശേരി വെക്കാമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും മോര് കറിയൊക്കെ വെക്കുന്ന സമയത്ത് കടയിൽ നിന്ന് തൈര് വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്കെന്തോ അപ്പോൾ ആ ഒരു നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ തൈര് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മോര് കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, എനിക്ക് വെക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല, വീട്ടിലുണ്ടാക്കിയ തൈരിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവളുണ്ടാക്കി തന്ന അതേ ടേസ്റ്റ് തന്നെയാണ്
തോന്നിയത്. കാരണം ഇതായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടാ. നമ്മുടെ വീട്ടിലുണ്ടാക്കണ എന്തും നാടൻ തന്നെയാണല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായി. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ കറിവേപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മോര് കറി അവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പുളിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു രണ്ടാം കറി വേണമല്ലോ സൈഡ് ഡിഷായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു കോഴിമുട്ട മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കോഴിമുട്ട കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാമെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ, അപ്പോൾ ഇക്കയില്ല, മക്കളും ഇല്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഒരു കറി വെക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ വെക്കാനും കഴിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ആരും ഇല്ലെങ്കിൽ ഞാൻ മാത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെക്കാനേ കൂട്ടാക്കാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കും. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാനങ്ങനെ അച്ചാർ കഴിക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ എനിക്ക് ഒരു 2-3 തരം അച്ചാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വെളുത്തുള്ളി അച്ചാർ, അതുപോലെ ഫിഷ് പിക്കിളില്ലേ, അതൊക്കെ എനിക്ക് നന്നായി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതുപോലെ ഇഞ്ചിപ്പുളി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ 2-3 അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഒരു എളുപ്പ പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 സവാള ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സവാള അതിലിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, പിന്നെ വേറെ മസാലപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകണ പോലെ ആക്കിയെടുക്കണം. ആ ഒരു കോഴിമുട്ടയും കൂടെ നമുക്കിതിൽ ചേർത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കുറേ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള കുക്കിംഗ് ആയാലും എന്താണെങ്കിലും ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് പല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും അല്ലേ. അതുപോലെ വേറെ എന്തെങ്കിലും ഹാബിറ്റ് ഉള്ളവർ അതാണെങ്കിലും ചെയ്യും. കൂടുതലും നമുക്ക് വീഡിയോ ചെയ്യണ കാരണം കുക്കിങ്ങിലേക്കാണ് കേട്ടോ. ആദ്യം കണ്ണു പോകുക, എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തോട്ടാണ് മനസ്സിൽ ആദ്യം വരിക. അങ്ങനെ ഓരോരോ കറികൾ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഓരോരോ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കും. അത് നല്ല കാര്യമാണ്. അപ്പോൾ ദാ നമ്മളെ ഇവിടെ മുട്ടത്തോരൻ, മുട്ടയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നന്നായിട്ട് സവാള മൂത്ത് വരുന്ന സമയത്ത് ഒരു കോഴിമുട്ട ഉടച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വിട്ടു പോയോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അതൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉണ്ടാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൊരിയുന്ന വരെ കാത്തിരിക്കുക. അതിന് ശേഷം നമ്മളത് ഒന്ന് വാങ്ങി വെക്കുക കേട്ടോ. അപ്പം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആവി പറക്കണ ചോറ് ഞാൻ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കുറച്ചേ വേണ്ടൂ അല്ലേ. പിന്നെ ഞാൻ തന്നെ തയ്യാറാക്കിയ നമ്മുടെ പുളിശ്ശേരി ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുണ്ട്. പിന്നെ നമ്മൾ ലുലുന്ന് വാങ്ങിച്ച നമ്മുടെ അച്ചാറുണ്ട്. ഈ അച്ചാർ ഏതാണെന്ന് വെച്ചാൽ കൂന്തളുണ്ടല്ലോ, കൂന്തളിൻ്റെ ആണ് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കാൻ പാകത്തിന് കുറച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ കൂടുതൽ വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു അച്ചാറാണിത് കേട്ടോ. കൂന്തളുടെ അച്ചാറാണ്, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ട അതിൽ ഉടച്ചൊഴിക്കണത് കാണിച്ചില്ല അല്ലേ, ഞാനത് ഓണാക്കി എന്നാണ് വിചാരിച്ചത്, സോറി കേട്ടോ. നമ്മുടെ ഈ ഒരു സവാളയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് കോഴിമുട്ട ഉടച്ചതിൽ ചേർത്താൽ മതി. എന്നിട്ട് മൊരിഞ്ഞ സമയത്ത് എടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം
നമ്മൾ ഈ കറികളൊക്കെ വെച്ചിട്ട് ഒരടിപൊളിയായിട്ട് ഒരു ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ലഞ്ചിന് എന്ന് ഉള്ളതൊക്കെ ഒന്ന് എനിക്ക് കമൻസ് അറിയിക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.